ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തതും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില അരിഞ്ഞതും അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനിൻ്റെ പീസ് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയിലേക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ജാർ അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അത് ദോശയുടെ ഒരു സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ റെഡിയായിട്ട് വന്നാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമ്മളിവിടെ ഇതുപോലെയുള്ള 7 ദോശയാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ദോശ മുക്കിയെടുക്കാനുള്ള ഒരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കിയെടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്നും ആവുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ദോശയും എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഇതുപോലെ ഒരു ഭാഗം മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സ് മുക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ പാനിൽ വെക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നിരത്തി കൊടുക്കാം. പിന്നെ അടുത്ത ദോശയും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു സൈഡ് മുക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ 7 ദോശയും ഇതുപോലെ മസാലയും ഒക്കെ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പഴയ പാന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അടിവശമൊന്നും ഒട്ടും കരിഞ്ഞു പോവില്ല. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം അടിവശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിത് ഇതുപോലെ കമഴ്ത്തി മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈ വശം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ മുകൾ വശം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്